ഹായ്, എല്ലാവർക്കും ബിഗ് ജാനബർ വ്ളോഗ്സിന്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ വോൾവോ നിർമ്മിത ഐഷർ സ്ലീപ്പറിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് അത്താണിയിലുള്ള സൂര്യ കണക്റ്റിന്റെ ആണ് ഈ കേരളത്തിലെ ഒരേ ഒരു വോൾവോ നിർമ്മിത ഐഷർ സ്ലീപ്പർ. മിനി ഭാരത് ബെൻസ് ഷോറൂം എന്ന ടൈറ്റിലിൽ നമ്മൾ സൂര്യയുടെ അത്താണിയിലെ ഗ്യാരേജ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് മോളിൽ കൊടുക്കുക, ഒന്ന് കയറി കണ്ടു നോക്കുക. എപ്പോഴത്തെയും പോലെ നമുക്ക് ആദ്യം ബസ് പരിചയപ്പെടാം, അതിനുശേഷം യാത്രയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് സൂര്യ കണക്റ്റിൻ്റെ ഭാരത് ബെൻസ് വോൾവോ ബസ്സുകളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ള വോൾവോ ഐഷർ സ്ലീപ്പർ ബസ്. അപ്പോൾ നമ്മൾ ഈ ബസ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഇവിടെ ആയിട്ട് ഭാരത് ബെൻസ് ഗ്ലൈഡർ ബസ്സുകൾ 3 കിടക്കുന്നത് കാണാം. ഇതിൽ 2 ബാംഗ്ലൂർ ഷെഡ്യൂളും 1 ചെന്നൈ ഷെഡ്യൂളുമാണ്. അതുപോലെ ഈ കിടക്കുന്ന വോൾവോ എറണാകുളം ഇരിട്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന വോൾവോയാണ്. ഇത് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അതുപോലെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ബസ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കാണ് സർവീസ് നടത്തുന്നത്. ഇത് കൂടാതെ ഇവർക്ക് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വോൾവോ സർവീസ് കൂടെ സൂര്യ കണക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഗ്യാരേജ് പരിചയപ്പെടുത്തിയ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് സൂര്യ കണക്റ്റ് എന്നുള്ളത്. അവരുടെ വണ്ടികളിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫുൾ വൈറ്റുള്ള വണ്ടികളാണ്. അതുപോലെ കളർ കോഡിലുള്ള വണ്ടികളായിരിക്കും ഇവർ കൂടുതലുള്ള വണ്ടികൾ. അതുപോലെ ഫുൾ AC വണ്ടികളാണ്. എന്നാൽ ഇപ്രാവശ്യം സൂര്യ ഐഷർ വോൾവോ ഐഷർ ബസ് ഇറക്കിയപ്പം ഇതിൽ ചെറിയൊരു ഗ്രാഫിക്സും ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇവർ സ്റ്റാൻഡേർഡിൽ ഒരു മാറ്റവും ഇവർ വരുത്തിയിട്ടില്ല. കാരണം അവരുടെ സെയിം ഫോണ്ടിലുള്ള പേര് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിക്ക് ഈ ഐഷറിൻ്റെ വണ്ടിക്കും കൊടുത്തിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുന്ന് അത്താണിയിൽ നിന്ന് ഏകദേശം വൈറ്റില വരെ പോയി വരാനായിട്ട് 60 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇവർ വൈറ്റിലയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് അത്താണിയിലുള്ള ഈ ഗ്യാരേജിലേക്ക് വണ്ടികൾ കൊണ്ടുവരുന്നത്. വണ്ടികൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിലുള്ള ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷമാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു വണ്ടി. ഇതിൻ്റെ നമ്പർ KL 41P9199 എന്നുള്ളതാണ്. ഈ ഒരു വണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണിത്. ചെന്നൈ സർവീസ്, എറണാകുളം ചെന്നൈ സർവീസ് 10 ലക്ഷം കിലോമീറ്ററാണ് ഈ വണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഭാരത് ബെൻസിൻ്റെ വക റെക്കഗ്നേഷനും സൂര്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടി ഇതുവരെയും ബ്രേക്ക് ഡൗൺ ആകുകയോ സർവീസ് നിന്ന് പോവുകയോ ചെയ്തിട്ടില്ല. അത്ര നല്ലൊരു മെയിൻ്റനൻസാണ് സൂര്യ ഇവരുടെ ഈ വണ്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 10 ലക്ഷം കിലോമീറ്റർ അടിപൊളിയായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിച്ചത്. സൂര്യയുടെ വണ്ടികളുടെ മറ്റൊരു പ്രത്യേകത ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അക്കമായിരിക്കും അവസാനത്തെ 2 അക്കം വരുന്നത് 9799. ഇവിടെ നോക്കുകയാണെങ്കിൽ 3133, 5155 അങ്ങനെയാണ് വണ്ടികളുടെ ഓരോ നമ്പറും കൊടുത്തിട്ടുള്ളത്. എല്ലാ വണ്ടികൾക്കും ആ രീതിക്കാണ് നമ്പർ വന്നിട്ടുള്ളത്. വോൾവോ ഐഷറിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഒരു എയറോ ഡൈനാമിക് ലുക്കാണ് ഈ വണ്ടിക്ക് വോൾവോ കൊടുത്തിട്ടുള്ളത്. അതിനപ്പുറത്ത് വോൾവോയുടെ ഒറിജിനൽ വണ്ടി കിടപ്പുണ്ട് അല്ലേ. ആ വണ്ടിക്ക് ഈ വണ്ടിക്കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എയറോഡൈനാമിക് ഷേപ്പ് നമുക്ക് കറക്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സെൻട്രലായിട്ട് ഐഷറിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ലുക്കുള്ളൊരു ഗ്രിൽ പോർഷനാണ് ഐഷർ വണ്ടിക്ക് വോൾവോ ഈ ഐഷർ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ
മുകളിലേക്ക് കയറിയിരിക്കുന്ന തരത്തിലുള്ള 3 ഹെഡ് ലാമ്പ്സ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. വണ്ടിയുടെ ഓവറോൾ സൈഡ് പോർഷൻ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാവശ്യം സൂര്യ വൈറ്റിനൊപ്പം ഒരു ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഐഷർ വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആഷ് ആൻഡ് ബ്ലൂവിലുള്ളൊരു ചെറിയൊരു ലിവറി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സൂര്യ എന്നുള്ളൊരു പേര് റണ്ണിങ് ഫോണ്ടിൽ ചരിച്ചിങ്ങനെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ലോഗോ, വെബ്സൈറ്റ് അഡ്രസ്സ്, അതുപോലെ 2+1 സ്ലീപ്പർ കോച്ച് എന്നുള്ള റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇതാ സൂര്യയുടെ ലോഗോ കാണാം. കഥകളിയുടെ ഒരു ലോഗോ, അതുപോലെ ഒരു നമ്മുടെ ചുണ്ടൻ വെള്ളത്തിൻ്റെ ഒരു തീമും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നമുക്ക് നോക്കിയാൽ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലേ, എമ്മാതിരി ഹൈറ്റ് നോക്കി. അതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിലാണ് വണ്ടിയുടെ ഗ്ലാസ് പോർഷൻ വരുന്നത്. അതുപോലെ അതിൻ്റെ സെൻട്രലായിട്ട് വോൾവോയുടെ ഒരു ബാഡ്ജിങ് നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഐഷറിൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് ഇത്രയൊരു പോർഷനിൽ എമർജൻസി എക്സിറ്റ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് പോർഷൻ നോക്കിയേ, ഈ ഒരു ടൈപ്പിലുള്ള 4 ലൈറ്റുകളാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ, അതുപോലെ റിയർ സ്റ്റോപ്പ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വോൾവോയുടെ ബാഡ്ജിങ്, വോൾവോ ഐഷർ എന്നുള്ള V എന്നുള്ള കൊടുത്തിട്ടുണ്ട്. സൂര്യയുടെ അഡ്രസ്സ് കാര്യങ്ങൾ, വെബ്സൈറ്റ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്യാബിൻ ലുക്കിലേക്ക് നോക്കിയാൽ ഐഷറിൻ്റെ നല്ല കിടു സ്റ്റിയറിംഗ് വീൽ നിങ്ങടെ കാണാം. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് ലുക്കിലേക്ക് നോക്കാം. ഐഷറിൻ്റെ ലോഗോ, $15,064 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത്. അവിടെ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഭാഗത്തായിട്ട് ബാക്കിയുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്കി പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതിലിവിടെ ഫ്രണ്ട് വ്യൂ ഇട്ടാനുള്ള ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് മോണിറ്റർ ഇവിടെ കാണാം. അതുപോലെ ഇവിടെ FM ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ. അതുപോലെ ഇൻറ്റീരിയർ ലൈറ്റ്സ്, ക്യാബിൻ ലൈറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ച് കാര്യങ്ങളുണ്ട്. ഡോറിൻ്റെ സ്വിച്ച്, ഡ്രൈവർക്കുള്ള USB പോർട്ട്, അതുപോലെ ഈ ഭാഗത്തായിട്ട് മൈക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്കിലേക്ക് പോയാൽ 36 സ്ലീപ്പിംഗ് ബെർത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വോൾവോ ഐഷറിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബെർത്തിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ നമ്മുടെ വോൾവോയുടെ അതേ ടൈപ്പ് ഷേപ്പിൽ വരുന്ന ബാക്ക് സപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട് അവിടെ 2 എണ്ണം. അതുപോലെ ചാർജിങ് പോർട്ട്, സി പോർട്ട് അടക്കം കൊടുത്തിട്ടുണ്ട്. വോൾവോയിൽ ഇതേപോലെ സി പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പില്ലോസ്, ഓൾറെഡി ബെഡിൽ പില്ലോസ് അറ്റാച്ച്ഡ് ആണ്, എങ്കിൽ കൂടി അഡീഷണൽ പില്ലോസ് ഉണ്ട്. വൈറ്റ് ബെഡ്ഷീറ്റ്, അതുപോലെ 3 സൈഡിലായിട്ട് കർട്ടൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലും കർട്ടൻ വരുന്നുണ്ട്. AC വെൻറ്റ്, 2 റീഡിങ് ലാമ്പ്സ് വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റീഡിങ് ലാമ്പിൻ്റെ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാസഞ്ചേഴ്സിൻ്റെ വാട്ടർ ബോട്ടിൽ, ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള ബെർത്തിൻ്റെ ലാഡർ ഇവിടെ കാണാം. 2 ബെഡിൻ്റെ ഇടയിലായിട്ട് ഹാർഡ് ബോർഡ് സെപ്പറേഷനും വന്നിട്ടുണ്ട്. വോൾവോ തന്നെ ബിൽഡ് ചെയ്തായതുകൊണ്ട് ആ വോൾവോയുടെ എല്ലാ ഒരു പെർഫെക്ഷനും ഈ ഒരു ഐഷറിൻ്റെ ബെർത്തുകളിലും വന്നിട്ടുണ്ട്. സെൻട്രായിട്ടുണ്ടല്ലേ ബെർത്തിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് സൂര്യ കണക്റ്റിൻ്റെ പേര് വെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂര്യ കണക്റ്റ് പാസഞ്ചേഴ്സിന് വാട്ടർ ബോട്ടിൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ്സോ മിച്ചസോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം പാസഞ്ചേഴ്സ് കഴിക്കുമ്പോൾ ഈ ഒരു കോർണറിലും കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഹൈജീനിക്ക് വളരെയധികം ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം സ്നാക്സ് കാര്യങ്ങളൊന്നും ബസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രൂവിനെ പരിചയപ്പെടാം. ബ്രോ, പേര്? ആൽബിൻ. വീട് മലയാറ്റൂരാണല്ലേ? ഓക്കെ ഓക്കെ. സൂര്യയിൽ പറയാ, സൂര്യയിൽ എത്ര വർഷമായി? 3 ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കോ ഡ്രൈവറെ കൂടെ പരിചയപ്പെടാം. എന്താ ബ്രോ പേര്? ബേസില്. വീട് എവിടെയാണ്? തൊടുപുഴയാണ്. നമ്മുടെ സൂര്യയിൽ എത്ര വർഷമായി? 1 കൊല്ലമായി.
ആ ഓക്കെ ഓക്കെ. ബാംഗ്ലൂർ റൂട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത്? ചെന്നൈ. ആ ഓ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അറ്റൻഡറുടെ പരിചയപ്പെടാം. എന്താ പേര്? ജെഫിൻ. വീട് തൊടുപുഴ അല്ലേ? ഓക്കെ ഓക്കെ. സൂര്യയില് എത്രയും പുതിയ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങിയാണല്ലേ? ഓക്കെ ഓക്കെ. നൈസ് ടു മീറ്റ് യു. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യണത് വൈറ്റില ജംഗ്ഷനിൽ നിന്നാണ്. ഫസ്റ്റ് ബോർഡിങ് വൈറ്റിലാണ്. നമ്മുടെ സൂര്യയുടെ വൈറ്റില ഓഫീസ് വരുന്നത്. വൈറ്റില ജംഗ്ഷനിൽ തന്നെയാണ് സൂര്യ കണക്റ്റിൻ്റെ മെയിൻ ഓഫീസ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ബോർഡിങ് ഉള്ളത്. ഇതാണ് സൂര്യയുടെ ഓഫീസിലെ ഇൻറ്റീരിയർ വരുന്നത്. നമുക്ക് 2 സ്റ്റാഫ് ഇരിപ്പുണ്ട്. നമുക്ക് അവരെ കൊണ്ടൊന്ന് പരിചയപ്പെടാം. ഹൈ ബ്രോ, എന്താ പേര്? ദിലീപ്. വീട് തൃശ്ശൂർ അല്ലേ? ഓക്കെ. അടുത്തൊരാളുണ്ട്. പേര്? ശരത്ത്. വീട് മൂവാറ്റുപുഴ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ 10:30 ആയപ്പോഴാണ്. അപ്പോൾ നമ്മൾ 10:30ക്കാണ് വൈറ്റില ജംഗ്ഷനിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. 10:35 ആ ഡ്രൈവറുടെ നമ്പർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിന് വിളിച്ചോളൂ. ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി സർവീസ് പാരമ്പര്യമുള്ള ഒരു ഓപ്പറേറ്ററാണ് സൂര്യ ട്രാവൽസ്. ആലുവ സ്വദേശിയായിരിക്കുന്ന ശരത് ജി നായർ എന്ന വ്യക്തിയാണ് സൂര്യ ട്രാവൽസിൻ്റെ ഉടമ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ സൂര്യ ട്രാവൽസ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാക്കേജ് ടൂറുകൾക്കാണ്. ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത എക്സിക്യൂട്ടീവ് ബസ്സുകളാണ് സൂര്യയുടെ കൈവശമുള്ളത്. 2017-18 സൂര്യ കണക്ട് എന്ന പേരിൽ നൈറ്റ് സർവീസ് ബസ്സുകളും സൂര്യ ആരംഭിച്ചത്. ബസ് സർവീസ് കൂടാതെ ഊട്ടിയിലടക്കം ഹോട്ടൽ ശൃംഖലയും സൂര്യയ്ക്കുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ബോർഡിങ് ഇടപ്പള്ളി. നമ്മുടെ നെക്സ്റ്റ് ബോർഡിങ് കളമശ്ശേരി. എറണാകുളം ബാംഗ്ലൂർ 4 സർവീസും എറണാകുളം ചെന്നൈ 1 സർവീസും കോയമ്പത്തൂർ തിരുവനന്തപുരം 1 സർവീസും അതുപോലെ പുതുതായിട്ട് എറണാകുളം ഇരിട്ടി റൂട്ടിൽ ഒരു പുതിയ വോൾവോ സർവീസുമാണ് സൂര്യ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സൂര്യയുടെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത് ആലുവയിലുള്ളത്. അതിൻ്റെ താഴെ സൂര്യയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നെക്സ്റ്റ് ബോർഡിങ് ആലുവ. പാസഞ്ചേഴ്സിൻ്റെ എല്ലാ ലഗേജിനും നമ്മുടെ ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ലുക്കാണ് ഇങ്ങനെ. സൂര്യ കണക്റ്റിൻ്റെ പേരും കാര്യങ്ങളും ബർത്ത് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന വോൾവോ നിർമ്മിത പുതിയ ഐഷ സ്ലീപ്പർ 10:30ക്കാണ് വൈറ്റിലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി വൈകി പുറപ്പെടുന്ന വണ്ടിയായതുകൊണ്ട് തന്നെ യാത്രക്കാർ ഡിന്നർ കഴിച്ചതിന് ശേഷമായിരിക്കണം ബസ്സിൽ കയറേണ്ടത്. ഡിന്നർ ബ്രേക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ആദ്യം പോകുന്ന സൂര്യയുടെ ബാംഗ്ലൂർ സർവീസുകളെല്ലാം തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു സർവീസ് അത്താണിയിലാണ് ബോർഡിംഗ് പോയിന്റ് ഉണ്ടാവുക. സൂര്യയുടെ അങ്കമാലി ബോർഡിങ് വരുന്നത് KG ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നാണ്. അടുത്ത ബോർഡിങ് കൊരട്ടി. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ബോർഡിങ് പാലക്കാട്.
സൂര്യയുടെ വാഷ്റൂം ബ്രേക്ക് വരുന്നത് ശങ്കരി ടോളിന് മുമ്പ് ഈ ഒരു പെട്രോൾ പമ്പിലാണ്. ഇവിടെ ലേഡീസിനും ജെൻസിനായിട്ട് സെപ്പറേറ്റ് വാഷ്റൂമുകളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് ക്രൂ ചേഞ്ച് ഉള്ളത്. ഡ്രൈവർ മാറി ഇനി ബേസിലാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. ബാംഗ്ലൂരിലേക്ക് നമ്മൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു സീൻ കിട്ടുന്നത്. ഈ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ആ ട്രെയിൻ ക്രോസ് ചെയ്യണത് നല്ല കിടുക്കാച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡ്രോപ്പ് ഓഫ് സിൽക്ക് ബോർഡ്. എന്റെ പേര് ജിസ്മി, ഞാൻ വരുന്ന എറണാകുളത്താണ്. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എറണാകുളം വരുന്നേ ബാംഗ്ലൂർക്ക് മടിവാളയ്ക്ക് വന്ന് യാത്ര അടിപൊളിയായിരുന്നു. ഞാൻ പലവട്ടം യൂസ് ചെയ്യും. സൂപ്പറുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സൂര്യതനാണ് സ്ഥിര യാത്രയാ. സൂര്യതനാണ് ചൂസ് ചെയ്യുന്ന കാർ വെച്ചാൽ നല്ല നീറ്റ്. ഓക്കെ, താങ്ക് യു. മടിവാളയ്ക്ക് ശേഷം അടുത്ത ഡ്രോപ്പ് ഓഫ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി.
നെക്സ്റ്റ് ഡ്രോപ്പ് ഓഫ് ലാൽബാഗ്. ഓട്ടച്ചോട്ടന്മാരെ കൈ കാണിക്കുന്നുണ്ടല്ലേ. Hi friends, my name is Shankar. நான் கேரளால இருந்து டிராவல் பண்ண வந்த சூர்யா டிராவல்ஸ். நான் எப்படி படுத்தேன் கேரளால இருந்தேன், எப்படி படுத்தேன்னு தெரியல. பெங்களூர் வந்து 6 ரீச் ஆகிறேன். നല്ല തൂങ്ങിട്ടേ? நல்லா தூங்குனேன். ഓക്കെ. கம்ஃபர்டபுள் எல்லாம் சூப்பர். ടൈമിങ് കംഫർട്ടല്ല? டைமிங் பரவாயில்ல. 8 hours டிராவல்ஸ். ഓക്കെ ഓക്കെ താങ്ക് യു. നമ്മുടെ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് കലാശിപ്പാളയം. നമ്മളെ കലാശിപ്പാളയത്തെ ഏകദേശം 8 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട്. സൂര്യയുടെ പാർക്കിംഗ് വരുന്നത് TR മിൽസിലാണ്. നമ്മൾ TR മിൽസിൻ്റെ പാർക്കിങ്ങിലായിട്ടാണ് ഇപ്പം എൻട്രി ആവുന്നത്. നമ്മുടെ സൂര്യയുടെ ഫസ്റ്റ് വന്ന വണ്ടികൾ രണ്ടും കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൂര്യയുടെ വോൾവോ ഐഷർ എറണാകുളം സൈഡിൽ നിന്നും അതുപോലെ ബാംഗ്ലൂർ സൈഡിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് പുറപ്പെടുന്ന വണ്ടിയാണ്. നമ്മളിനി ഇവിടുന്ന് 11 മണി കഴിഞ്ഞിട്ടാണ് എറണാകുളത്തേക്ക് തിരിച്ച് പുറപ്പെടുന്നത്. അപ്പോൾ സൂര്യയുടെ 1, 2, 3 ബസ്സുകൾ ഇവിടെ നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രൂ എല്ലാം ഇവിടെ തന്നെയാണ് ഫുഡ് കുക്ക് ചെയ്യണത്. അവരെല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. എന്താ സ്പെഷ്യല്? കൊഴുവ ഫ്രൈയും പരിപ്പ് കറിയും. വാവ്, കൊഴുവ ഇവിടെ ഫ്രൈ ആവാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചക്കത്തേക്കുള്ള രാവിലത്തേക്കുള്ളതാണോ? രണ്ടും കൂടെ? 2 നേരത്തേക്കുള്ളതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിയൊക്കെ പണിയെടുക്ക്. ആ ഓ എനിക്ക് മനസ്സിലായി. ടെസ്റ്ററാണല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു. വണ്ടി എറണാകുളം വൈറ്റിലയിൽ നിന്ന് 10:30-ക്കും ബാംഗ്ലൂരും അടിവാളയിൽ നിന്ന് 11:05-നാണ് പുറപ്പെടുന്നത്. ബാംഗ്ലൂർ സൈഡിൽ നിന്നും എറണാകുളം സൈഡിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് പുറപ്പെടുന്ന ബസ്സാണ് സൂര്യയുടെ വോൾവോ ഐഷർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതിയ യാത്രകളുമായിട്ട് ഇനിയും കാണാൻ. അതുവരേക്കും ബൈ ഫ്രം ബിജ് നിലമ്പൂർ.